വേദിയിലിരിക്കുന്ന ആദരണീയരായ മറ്റ് അംഗങ്ങളെ, ഇവിടെ സമ്മേളിച്ചിരിക്കുന്ന മലങ്കര സഭയുടെ അരിമക്കിടാങ്ങളെ, നിങ്ങൾക്കെല്ലാവർക്കും ആദ്യമായി എൻ്റെ വിനീതമായ നമസ്കാരം. പരിശുദ്ധ ബാബ തിരുമനസ്സുകൊണ്ട് ഒരു പ്രത്യേക ദൗത്യം എനിക്ക് തന്നിട്ടുണ്ട്. ഭാരവാഹികൾ 10 മിനിറ്റും അനുവദിച്ചിട്ടുണ്ട്. അതിന്റെ പരിധിക്കുള്ളിൽ നിന്ന് എന്തു ചെയ്യാൻ കഴിയുമെന്ന് ഞാൻ വേവലാതിപ്പെടുകയാണ്. ആരാണ് മലങ്കര വർഗീസ്? 1946 ജനുവരി മാസം 13-ാം തീയതി അദ്ദേഹം ഭൂജാതനായി എന്ന് ഞാൻ പറയും. ഇന്ന് ജനുവരി മാസം 11-ാം തീയതി, അദ്ദേഹത്തിന്റെ ജന്മദിനത്തോട് ഏറ്റവും അടുത്ത ഒരു തീയതി. ഇത് യാദൃച്ഛികമായി സംഭവിച്ചതായിരിക്കാം. അദ്ദേഹത്തിന് പെരുമ്പാവൂരിൽ വളരെയധികം സ്നേഹിതരുണ്ട്. അദ്ദേഹം തന്റെ ജീവിതം ആരംഭിക്കുന്നത് സോമില്ലിലെ ഒരു ക്ലർക്കായിട്ടാണ്. 1971 വരെ ആ സോമില്ലിലെ ജോലി അദ്ദേഹം തുടർന്നു. 1971 മറ്റൊരു വ്യക്തിയോട് കൂടിച്ചേർന്ന് തടി വ്യവസായം ശ്രീ വർഗീസ് ആരംഭിച്ചു. 1979 സ്വന്തമായ നിലയിൽ അദ്ദേഹം തടിയുടെ ബിസിനസ് ആരംഭിക്കുകയും ആ കാലത്ത് തന്നെ സോമിൽ ഓണേഴ്സ് അസോസിയേഷന്റെ പ്രസിഡന്റായി തെരഞ്ഞെടുക്കപ്പെട്ട അദ്ദേഹം 13 വർഷം ആ സ്ഥാനത്ത് സ്തുത്യർഹമായി സേവനമനുഷ്ഠിക്കുകയും ചെയ്തു. അദ്ദേഹത്തിന്റെ സ്ഥാപനത്തിന്റെ പേര് മലങ്കര സഭയോടുള്ള അദ്ദേഹത്തിന്റെ ആദരവ് നിമിത്തം മലങ്കര ടിംബർ ഇൻഡസ്ട്രീസ് എന്നായിരുന്നു. അദ്ദേഹം ബിസിനസ് രംഗത്തായിരുന്നപ്പോഴും അതിൽ സത്യസന്ധനായിരിക്കുവാനും അതേസമയത്ത് സഭയിലെ പ്രവർത്തനങ്ങളിൽ, ഇടവകയിലെ പ്രവർത്തനങ്ങളിൽ, സൺഡേ സ്കൂൾ പ്രസ്ഥാനങ്ങളിൽ, യൂത്ത് ലീഗിലെല്ലാം സജീവമായ പങ്കാളിത്തം വഹിക്കുകയും ചെയ്തിരുന്നു. 1974 അദ്ദേഹം വിവാഹിതനായി. അദ്ദേഹം 4 മക്കളുടെ പിതാവാണ്. ശ്രീ വർഗീസ് സ്വന്തം കുടുംബത്തെ മാത്രമല്ല, തന്റെ പരിചയത്തിലും തന്റെ അടുപ്പത്തിലുമുള്ളവരെ എല്ലാ വിധത്തിലും സഹായിക്കുവാൻ എപ്പോഴും മുന്നിട്ട് നിന്നിരുന്ന ഒരു സഹൃദയനാണ്. 1982 അദ്ദേഹം മാനേജിംഗ് കമ്മിറ്റി അംഗമായി തെരഞ്ഞെടുക്കപ്പെട്ടു. 2002 അതിദാരുണമായി കൊല്ലപ്പെടുന്ന സമയം വരെ ആ മാനേജിംഗ് കമ്മിറ്റി സ്ഥാനത്ത് അദ്ദേഹം തുടരുകയും ചെയ്തു. പ്രിയപ്പെട്ടവരെ, 1987 ബിസിനസിൽ കാണിച്ച ആത്മാർത്ഥതയ്ക്ക് രാഷ്ട്രപതിയിൽ നിന്നും ട്രാൻസ്വേർ ട്രേഡ് ഫെയർ സെലക്ഷൻ അവാർഡ് ലഭിച്ച വ്യക്തിയാണ് ശ്രീ TM വർഗീസ്. അദ്ദേഹത്തിനുണ്ടായിരുന്ന മലങ്കര ടിംബേഴ്സിൽ 2 ടെലിഫോൺ അദ്ദേഹം വെച്ചിരുന്നു. അഭിമന്യ തിരുമേനിമാർക്ക് ഈ സത്യം അറിയാമോ എന്ന് എനിക്ക് അറിഞ്ഞുകൂടാ. അതിലൊരു ടെലിഫോൺ നാട്ടുകാർക്ക് സൗജന്യമായി ഉപയോഗിക്കാൻ അദ്ദേഹം മാറ്റിവെച്ചിരിക്കുകയാണ്. അങ്ങനെ എല്ലാ രംഗങ്ങളിലും അദ്ദേഹം തനിക്കാവുന്ന വിധത്തിൽ മറ്റുള്ള ആളുകളെ സേവിക്കുകയും ജീവകാരുണ്യ പ്രവർത്തന രംഗത്ത് തന്റെ വ്യക്തിമുദ്ര പതിപ്പിക്കുകയും ചെയ്തിട്ടുണ്ട്. സുവിശേഷ യോഗങ്ങളിൽ തെക്കൻ പ്രദേശത്ത് പ്രധാനപ്പെട്ട കല്ലൂപ്പാറ കൺവെൻഷൻ ഉൾപ്പെടെയുള്ള യോഗങ്ങളിൽ ശ്രീ TM വർഗീസിന്റെ സാന്നിധ്യം സാധാരണയായി ഉണ്ടായിരുന്നു. 1973 58 യോജിച്ച സഭ വീണ്ടും പിളർപ്പിലേക്ക് നീങ്ങിയപ്പോൾ സത്യത്തെ ബഹുമാനിച്ച, സത്യം തിരിച്ചറിഞ്ഞ ശ്രീ TM വർഗീസ് ഓർത്തഡോക്സ് പക്ഷത്തിന്റെ ചേരിയിൽ ഉറച്ചു നിന്നു. ബഹുഭൂരിപക്ഷം ആളുകൾക്കെതിരായി, ഒഴുക്കിനെതിരായി നീങ്ങിയ ശ്രീ TM വർഗീസ് നീതിയും ന്യായവും നടത്തി കിട്ടുന്നതിന് തന്റെ എല്ലാവിധ കഴിവുകളും ഉപയോഗിച്ചതിൽ മനം നൊന്തിട്ടാണ് വാടക കൊലയാളികളെ ഉപയോഗിച്ച് നടു റോഡിൽ അദ്ദേഹത്തെ വെട്ടിക്കൊലപ്പെടുത്തിയത്.